ക്രഷ് അടിച്ചിട്ട് പോയി ചെയ്തതാവും അല്ലേ? ചെങ്ങായി ക്രഷ് അടിക്കാൻ വേറെ എത്ര ഉണ്ട്? എല്ലാ ചെങ്ങായിമാരെ ഇവളൊക്കെ ഫോളോ ചെയ്ത ആൾക്കാർക്ക് ഉസുറും കൂടില്ലേ ആരുടെ ചോദിക്കുകയാണ്. പോലീസ് പിടിക്കുന്നതിന് മുമ്പുള്ള ഫോളോവേഴ്സ് അടിയിൽ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ പിടിച്ചതിന് ശേഷമുള്ള ഉണ്ട്. ഇയാളുടെ ചെങ്ങായിമാർ ഇവൾക്ക് പത്മശ്രീയോ പത്മഭൂഷണോ കിട്ടിയതല്ല, കോടിക്കണക്കിനുള്ള മയക്കുമരുന്ന് പിടിച്ചതാണ്. അവൾ തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. എടാ എന്തിനാ നിങ്ങൾ ഇവരൊക്കെ ഫോളോ ചെയ്യാൻ നിൽക്കുന്നത്? എന്തിനാണ്? ഞാൻ അറിയണ എത്രയോ പേരുണ്ടായില്ലോ അവളെ ഫോളോ ചെയ്തിട്ട്. എന്തെങ്കിലുമൊക്കെ പറയേണ്ടത് ശരിക്ക് അതാണ്. നിങ്ങളൊക്കെ കഴുതകളാണോ അറിയായിട്ട് ചോദിക്കുകയാണ്. ഒരു 10-14K ഉണ്ടായിരുന്ന അവളെ ഐഡിയ ആണ് ഇപ്പോൾ കൊണ്ടുപോയിട്ട് 25-26 കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അവൾക്ക് എൻ്റെ മെഡൽ കിട്ടിയതൊന്നുമല്ല. ഇനി എങ്ങനെ ചെന്നിട്ട് അതിൽ പെട്ടതാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നിൽക്കുന്നത്? എന്തിനാണ്? നോക്കാമിന കേരളത്തിലുള്ള പിള്ളേരൊരു ഇൽമ് ക്രഷ് അടിച്ചിട്ട് പോയി ചെയ്തതാവും അല്ലേ? ചെങ്ങായി ക്രഷ് അടിക്കാൻ വേറെ എത്ര ഉണ്ട്? എങ്ങനെ പിന്നെ കേരളത്തിലുള്ള ഈ മയക്കുമരുന്നൊക്കെ പോവുക? കാരണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും ആൾക്കാരാണ്. ഒന്നും അന്തല്ലേ ചെങ്ങായിമാരെ? ഓൾക്ക് വലിയ അവാർഡ് കിട്ടിയാന്ന് വിചാരിച്ചങ്ങൾ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ബ്ലോഗറാവും. ഓളെ ഇറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ വലിയ സെലിബ്രിറ്റി ആക്കി വെക്കുന്നത്? എന്തിനാണ്? അതിനെ ഫോളോ ചെയ്യാൻ കുറേ എണ്ണങ്ങളും. ഞാൻ അറിയാതെ ചെന്ന് പെട്ടതാണെങ്കിലും അറിഞ്ഞ് ചെന്ന് പെട്ടതാണെങ്കിലും എന്തിനങ്ങനത്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണം? എന്തിനാ നിങ്ങൾ? ഒന്നല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അവരിഷ്ടത്തിന് ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്തിനാണ് അവർക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കാൻ നിൽക്കുന്നത്? എന്തിനാ?